നമ്മൾ ആദ്യമായിട്ടാ പ്ലെയിനിലെ വീനസ് സിറ്റിയിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഈ പ്ലെയിൻ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത്. കണ്ടോ, അനങ്ങുന്നത് പോലും ഇല്ലല്ലോ. പ്ലെയിനിന്റെ അകത്തിരിക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. പുറത്ത് ഭയങ്കര സ്പീഡിലാണ് പ്ലെയിൻ പോകുന്നത്. അല്ല, കാലാവസ്ഥക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ മുത്തശ്ശിന്റെ പാട്ടാ സഹിക്കാൻ പറ്റാത്ത. ഹലോ, വല്ലതും കേക്കുന്നുണ്ടോ? ഇത് പ്ലെയിനാ, പാട്ട് നിർത്ത്. രേവ, എനിക്കിതൊക്കെ കാണുമ്പോ ആകെ സംശയം തോന്നുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ ആൾക്കാർ അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഹലോ മാം, ഒരാളിപ്പോ ടോയ്ലറ്റിലേക്ക് പോയില്ലേ? അയാളെ കണ്ടിട്ട് എന്തോ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ ഒപ്പം വന്ന ആൾക്കാര് എന്തോ തമ്മിൽ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവരെ പെരുമാറ്റം കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നു. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, മോൻ ചെന്നോളൂ. അവിടെ ചെന്ന് ഇരുന്നോളൂ. ഇവിടെ എല്ലാം ശരിയാണ്. യു ആർ കംപ്ലീറ്റ്ലി സേഫ്. ഡോണ്ട് വറി ആൻഡ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞങ്ങൾ നോക്കിക്കോളാം എല്ലാ കാര്യവും. ആരും അവനവന്റെ സീറ്റിൽ നിന്ന് അനങ്ങിപ്പോയക്കരുത് കേട്ടോ. കാരണം എന്റെ പേര് ഷേരാന്നാണ്. എല്ലാവരുടെയും ജീവിതം ഇരുട്ടാക്കി കളയട്ടോ. ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കള് പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ജയിലിൽ നിന്ന് അവര് പുറത്തു വരുന്നതും വരെ ഈ പ്ലെയിൻ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. അല്ല, നീ പറഞ്ഞത് ശരിയാണല്ലോ. ഇവരൊക്കെ തീവ്രവാദികളാ മോനെ. മര്യാദക്ക് പ്ലെയിൻ ഓടിച്ചോണം ട്ടോ. നാം ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കണു. പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അല്ല, ഒന്ന് എണീക്ക്. എന്ത്? പ്ലെയിൻ ഹൈജാക്ക് ചെയ്തെന്നോ? ഏയ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഞങ്ങളുടെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ. ഓ സോറി. അപ്പൊ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സാറിന്റെ കൂട്ടുകാരനല്ലേ? എന്താ വേഗം പൊക്കോ. വരൂ കുട്ടികളെ, നമുക്ക് വീട്ടിൽ പോകാം. കണ്ടില്ലേ, ഞാൻ പേടിപ്പിച്ചതോടെ അടങ്ങി. നമ്മള് പ്ലെയിനിന്റെ അകത്താണ്. പ്ലെയിൻ ആണെങ്കിൽ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുക. വീട്ടിലേക്കൊന്നും പോവാൻ പറ്റില്ല. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ഫോൺ ചെയ്യാൻ നോക്ക്. എന്റെ അടുത്ത് സാറ്റലൈറ്റ് ഡിവൈസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും സൂചന കൊടുക്കാൻ പറ്റും. ഹലോ പോലീസ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ 001253 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എത്രയും നീ എന്താ ചെയ്യുന്നേ? ആർക്കെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ, ഇടിച്ച് പരിപ്പിളക്കി കളയും. അല്ല അങ്കിൾ, എന്താ ഈ ചെയ്യുന്നത്? കുട്ടി, നിനക്ക് ഇവിടെ എന്താ കാര്യം? പറയാ. നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, കേക്കും റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേയോ? ആര് പറഞ്ഞു എന്റെ ബർത്ത്ഡേ എന്നാ? അല്ലെങ്കിൽ എന്റെ ആയിരിക്കും. എന്റെ ബർത്ത്ഡേ കേക്ക് നന്നായിട്ട് കഴിച്ചോളൂ. അങ്കിൾ, എനിക്ക് റെസ്റ്റ് റൂം വരെ ഒന്ന് പോണം. കുട്ടി, വെടിവെച്ച് കളയും. അങ്കിൾ പ്ലീസ് അങ്കിൾ, എനിക്ക് പോയേ പറ്റൂ. അർജന്റ് ആണ്. പ്ലീസ് അങ്കിൾ. അങ്കിൾ പ്ലീസ്, ഞാനൊന്ന് പോട്ടെ. നിന്നോടിലടി പറഞ്ഞ മിണ്ടാണ്ടിരിക്കാൻ. കൊന്നുകളയും ഞാൻ.
പോലീസ് എന്താ പറഞ്ഞത്? അവര് കമാൻഡേഴ്സിന് അയക്കാന്നാ പറഞ്ഞേ. ഓക്കെ, അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ കൺട്രോൾ ചെയ്യണം. കുട്ടി, എന്റെ മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, അവനെന്തിയേ? അയാൾ അതിന്റെ അകത്തിരുന്ന് കേക്ക് കഴിക്കാണ്. കേക്ക് കഴിക്കാണോ? എന്നാ ഫ്ലേവറാ മോനെ? എനിക്കും കേക്ക് വളരെ ഇഷ്ടമാണ്. അങ്കിൾ, ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ചോക്ലേറ്റ് ഫ്ലേവറാ എന്റെ ഫേവറേറ്റ്. ഇതാരാണ് ചെയ്തത്? ഞാൻ. നീയാ? ഇതെങ്ങനെയാണ് നിനക്ക് ചെയ്യാൻ സാധിച്ചേ? ഇങ്ങനെ. അങ്കിൾ, ഇതാണ് ചോക്ലേറ്റ് ഫ്ലേവർ, ഇത് വനില ഫ്ലേവർ, ഇത് കാരമൽ ഫ്ലേവർ, ഇത് ബനാന, ഇത് സ്ട്രോബെറി. ഇനി വേണ്ട, ഇനി എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കേക്ക് തിന്നൂല്ലോ. നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നിന്നെ അവരെടുത്ത് പുറത്തേക്ക് അറിയാലോ. നിങ്ങളതൊന്നും പുറത്ത് കാണിക്കണ്ട, സാധാരണ പോലെ പെരുമാറിയാ മതി. ഓക്കെ, ഞാൻ എല്ലാവർക്കും ചെന്ന് വെള്ളം കൊടുത്തിട്ട് വരാം. ഏയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഒന്നുമില്ല, ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുക്കുകയായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവാ. പുറകെ ഒരു ചെറുക്കൻ നമ്മുടെ ആൾക്കാരെയൊക്കെ അടിച്ച് നുറുക്കിക്കൊണ്ട് ഇരിക്കുവാണ്. താൻ വേഗം ചെല്ല്, അവിടെ ചെന്ന് എന്താന്ന് വെച്ചാൽ നോക്കും. ഈ കൊള്ളക്കാര് കാണാതെ പൈലറ്റിന്റെ അടുത്ത് എത്താൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറയൂ മാഡം, വേഗം പറയൂ. അതെ, മുകളിലൊരു വഴിയുണ്ട് പൈലറ്റിന്റെ അടുത്തേക്ക് ചെല്ലാൻ. എന്ത് മുകളിലോ? ഫ്ലൈറ്റിന്റെ മുകളിൽ കൂടിയോ? അല്ലല്ല, മുകളിലത്തെ തട്ടും താഴത്തെ തട്ടിന്റെ ഇടയില് വയറുകൾ പോകുന്ന ഒരു ഗ്യാപ്പ് സ്ഥലമുണ്ട്. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോവാം. ആ ചെറുക്കൻ എവിടെ പോയി? വേഗം അന്വേഷിക്കേ. ആ ചെറുക്കന്റെ നല്ല എന്തൊരു നല്ലായിരുന്നു. എന്റെ എല്ലാം തകർന്നു പോയെന്നാ തോന്നുന്നത്. കേക്കിന്റെ ഫ്ലേവർ പറഞ്ഞാ തല്ലിയത്. ഹലോ ഷെരാങ്കിൾ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്റെ വള്ളി പിടിച്ചിട്ടുണ്ടെന്നാ? ആരോട് പിടിച്ചേ? കമാൻഡേഴ്സ് വന്നാ? അല്ല, ഒരു ചെറിയ കുട്ടിയാണ് അവരെയൊക്കെ ഇടിക്കുന്നത്. ഒരു കുട്ടിയാ? ഒരു കുട്ടി എങ്ങനെയാണ് അടിക്കണേ? ഇത്രയും വലിയ തടിമാടന്മാര്. ഇങ്ങനെ. അയ്യോ, അയ്യോ, അമ്മ. അടിയാ. അടിച്ചിട്ട് കിട്ടും. എന്റെ അമ്മ. അവിടെ നില്ലടാ. അങ്കിൾ, നിങ്ങൾ തന്നെ വരൂ. എന്തിനാ മറ്റുള്ളവരെ പറഞ്ഞയച്ച് ഇടിവെടിപ്പിക്കുന്നേ? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും. ചെല്ല്. അങ്കിൾ, ഒന്ന് വരൂന്നേ. ശബ്ബാഷ് ശിവ, എന്റെ വല്ല ഹെൽപ്പും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ആ.